ദിവസവും ചോറ്റുപാത്രം എടുത്ത് നീ ഇയാളെ കാണാനാണല്ലേ വരുന്നത്? എടാ സുരേഷ്, നീ ശരിക്കും നോക്കിക്കോ നിന്റെ ഭാര്യയുടെ യഥാർത്ഥ മുഖം. കവിതേ, അമ്മ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നീ എന്നെ ചതിക്കുകയാണോ? അയ്യോ, ഈ മോളെ കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ. ഈ മോൾ ആരെയും ചതിച്ചിട്ടില്ല. പിന്നെന്താ ഇവിടെ നടക്കുന്നത്? ഇവളെന്തിനാ ദിവസവും നിങ്ങൾക്ക് ആഹാരം കൊണ്ടു തരുന്നത്? സുഭദ്രാമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ലേ? നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ലക്ഷ്മിയുടെ ഭർത്താവാണ് ഞാൻ. ലക്ഷ്മി മരിച്ചതിൽ പിന്നെ പക്ഷാഘാതം വന്ന് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാതായി. പട്ടിണിയിലായ എന്നെ പറ്റി അറിഞ്ഞ് ഈ മോളാണ് കഴിഞ്ഞ ഒരു മാസമായി ഉച്ചയ്ക്ക് എനിക്ക് ഭക്ഷണം കൊണ്ടു തരുന്നത്. അമ്മയും സുരേഷ് ചേട്ടനും ഇതൊരിക്കലും സമ്മതിക്കില്ലെന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു പിടി ഭക്ഷണം ഇവർക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടമ്മേ, അതാണ് എനിക്ക് ഏറ്റവും വലുത്. അയ്യോ മോളെ, നീ എന്തായി ചെയ്തത്? ഇങ്ങനെയൊരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ ഞാൻ അതിന് തടസ്സം നിൽക്കുമെന്ന് നീ കരുതിയോ? നീ അമ്മയെ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? കവിതേ, നിനക്കിതൊക്കെ എന്നോട് തുറന്നു പറയാമായിരുന്നില്ലേ? എന്റെ ദൈവമേ, നിന്റെ ഉള്ളിലെ ഈ വലിയ മനസ്സ് കാണാൻ എനിക്ക് സാധിക്കാതെ പോയല്ലോ മോളെ. മറ്റുള്ളവരോടുള്ള നിന്റെ സ്നേഹവും കരുണയും കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ മകന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് നീയെന്ന്. അന്യരായ മനുഷ്യരെ പോലും ഇത്രയേറെ സ്നേഹിക്കുന്ന നീ എന്നെയും പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. അമ്മേ, കവിതേ, വാ നമുക്ക് വീട്ടിലോട്ട് പോകാം. നടന്നതൊക്കെ ഓർത്ത് വിഷമിക്കേണ്ട. ഇത്രയും നാൾ എൻ്റെ ഭാര്യ നിങ്ങളെ സഹായിച്ചെങ്കിൽ ഇനി മുതൽ ഈ കുടുംബത്തിലെ ഒരു അംഗമായി ഞങ്ങൾ നിങ്ങളെ നോക്കിക്കോളാം. എന്ത് സഹായം വേണമെങ്കിലും എന്നോട് പറയാൻ മടിക്കണ്ട കേട്ടോ. അച്ഛാ, ഞാൻ നാളെ വരാം. ശരി മോളെ, നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ.